ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൗത്യത്തിന് ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. മാറ്റിവെച്ച ആക്സിയം 4 വിക്ഷേപണം നാളെ നടക്കും. വിപരീത കാലാവസ്ഥയും സാങ്കേതിക പ്രശ്നങ്ങളും മൂലം ഇത് 3-ാം തവണയാണ് വിക്ഷേപണം മാറ്റിവെക്കുന്നത്. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ വീണ്ടും ബഹിരാകാശത്തേക്ക് കുതിക്കുന്നത്. ശുഭാംശു ശുക്ലയടക്കം 4 പേരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അഥവാ ISS-ലെത്തിക്കുന്ന ദൗത്യമാണ് ആക്സിയം 4. നാസയുടെയും ISROയുടെയും സഹകരണത്തിന്റെ കൂടെ ഭാഗമായാണ് ഈ ദൗത്യം. എന്നാൽ ദൗത്യത്തിനായി ഇനി ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. ഇന്ന് നിശ്ചയിച്ചിരുന്ന ദൗത്യം വിപരീത കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി ഉടലെടുത്തതോടെ ആക്സിയം 4ന്റെ വിക്ഷേപണം നാളെ നടക്കും. ഇത് 3-ാം തവണയാണ് വിക്ഷേപണം മാറ്റിവെക്കുന്നത്. നാളെ വൈകിട്ട് 5:30 ശുഭാംശു ഉൾപ്പെടെ 4 പേരുമായി ഫാൽക്കൺ 9 റോക്കറ്റ് കുതിക്കും. ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. ശുഭാംശു ശുക്ലയ്ക്കൊപ്പം മിഷൻ കമാൻഡർ പെഗി വിറ്റ്സൺ, ഹംഗറിയിൽ നിന്നുള്ള ടിഗോർ കാപ്പു, പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസസ്കി വിനീസ്കി എന്നിവരും സംഘത്തിലുണ്ട്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിലാണ് സംഘം യാത്ര തിരിക്കുന്നത്. വിക്ഷേപണത്തിന്റെ 9-ാം മിനിറ്റിൽ ഡ്രാഗൺ പേടകം റോക്കറ്റിൽ നിന്ന് വേർപെടും. തുടർന്ന് ഭൂമിയെ വലം വയ്ക്കുന്ന പേടകം ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യും. ശുഭാംശുവും സംഘവും 14 ദിവസം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് വിവിധ പരീക്ഷണങ്ങളിൽ ഏർപ്പെടും. പ്രമേഹ ബാധിതർക്ക് ബഹിരാകാശം സന്ദർശിക്കാനുള്ള അവസരം ഒരുക്കുന്നതിനുള്ള ഗവേഷണങ്ങളും ഇതിലുൾപ്പെടും. യാത്രയ്ക്കായി 550 കോടി രൂപയാണ് ഇന്ത്യ ചെലവഴിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.